ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 7-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ വാക്യം. എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. ദാവീദിൻ്റെ ഉള്ളു നുറങ്ങിയ ഈ പ്രാർത്ഥന, ഹൃദയം തകർന്ന ഈ പ്രാർത്ഥന, ദൈവസന്നിധിയിലേക്ക് അഭയയാചനയോടെ കടന്നു ചെല്ലുന്ന ഈ പ്രാർത്ഥന, അത് ദാവീദിൻ്റെ ഹൃദയത്തെ തൊട്ടതാണ്. അത് ധ്യാനിക്കുന്ന ഏതൊരാളുടെയും ഹൃദയത്തെ തൊടുന്നതാണ്. എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. പാപം എന്നെ വേട്ടയാടുന്നു. പാപത്തിൻ്റെ ദൂഷ്യ ഫലങ്ങൾ എന്നെ വേട്ടയാടുന്നു. പാപം മൂലം വന്ന ശാപം എന്നെ വേട്ടയാടുന്നു. പാപം മൂലം വന്ന കെടുതികൾ എന്നെ വേട്ടയാടുന്നു. അനേകം ദുരിതങ്ങൾ എന്നെ വേട്ടയാടുന്നു. എൻ്റെ ദൈവമായ യഹോവേ, എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. ദാവീദിൻ്റെ ആ ഉള്ളു നുറുങ്ങിയ പ്രാർത്ഥന, ഹൃദയം നൊന്ത് വിങ്ങി പുറപ്പെടുന്ന ആ പ്രാർത്ഥന, ദൈവസന്നിധിയിലേക്ക് ഉയർന്നതായ ആ പ്രാർത്ഥന ഇന്ന് നമുക്ക് ശാന്തമായി ധ്യാനിക്കാം. നമ്മുടെ ജീവിതത്തിൽ പലതും നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നാം ഓടി അകലാൻ ശ്രമിച്ചാലും ചില പാപങ്ങൾ നമ്മെ വേട്ടയാടുന്നു. പാപത്തിൻ്റെ ഭീകരമായ ആക്രമണങ്ങൾ നമ്മെ വേട്ടയാടുന്നു. പാപത്തിൻ്റെ നിഷ്ഠൂരമായ ഫലങ്ങൾ നമ്മെ വേട്ടയാടുന്നു. പാപത്തിൻ്റെ കരാള കരങ്ങൾ നമ്മെ വേട്ടയാടുന്നു. പാപത്തിൻ്റെ ഭയങ്കരമായ ദൂഷ്യ പ്രവണതകൾ നമ്മെ വേട്ടയാടുന്നു. കർത്താവേ, എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. നാളുകൾക്ക് മുൻപ് വന്നതായ പാപമായിരിക്കാം, വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ചതായ പാപമായിരിക്കാം. പക്ഷേ ആ പാപം എന്നെ ഇന്ന് വിടാതെ പിന്തുടരുന്നു. എന്നെ കൊടിയ ആപത്തിലേക്കും കഠോരമായ വിപത്തിലേക്കും നയിക്കുന്നു. ജീവിത ശാന്തിയും ഹൃദയ സമാധാനവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് പാപം എൻ്റെ പിന്നാലെ പാഞ്ഞു വരുന്നു. ദാവീദ് സങ്കടത്തോടെ കരയുകയായിരുന്നു. എന്താണ് വേട്ടയാടുന്നത്? പാപം ദാവീദിനെ വേട്ടയാടി. നമ്മെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ വിപത്താണ് പാപം. അതാണ് സംഖ്യാപുസ്തകത്തിൽ 32-ാം അധ്യായം 23-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. നിങ്ങളുടെ പാപത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. നിങ്ങളുടെ പാപത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നിശ്ചയമായി നിൻ്റെ പാപം നിന്നെ കണ്ടെത്തും. നീ പാപത്തെ വിട്ട് മാറാൻ ശ്രമിച്ചാലും, പാപത്തിൽ നിന്ന് ഒളിഞ്ഞു മാറാൻ ശ്രമിച്ചാലും, നീ എവിടെയെല്ലാം നിഗൂഢമായി ഒളിച്ചു പാർക്കാൻ ശ്രമിച്ചാലും, മകനെ, പ്രിയമകളെ, നിന്റെ പാപം നിന്നെ കണ്ടെത്തുകയും ഭയാനകമായ അവസ്ഥാന്തരങ്ങളിലേക്ക് നിന്നെ നയിക്കുകയും ചെയ്യും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നിശ്ചയമായും നിന്റെ പാപം നിന്നെ കണ്ടെത്തും. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 7-ാം വാക്യം പറയുന്നു, നിങ്ങൾ വിതയ്ക്കുന്നത് കൊയ്യും. വഞ്ചനപ്പെടാതിരിപ്പീൻ. ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് കൊയ്യും. ആസ് യു സോ യു റീപ്പ്. നീ വിതയ്ക്കുന്നത് നീ കൊയ്യും. വിതച്ചാൽ അത് തന്നെ കൊയ്യും. വിതച്ചാൽ അതിലേറെ കൊയ്യും. വിതച്ചാൽ പല നാളുകൾക്ക് ശേഷം കൊയ്യും. പാപം ഭയാനകമാണ്. പാപം ഭയങ്കരമായ ആപത്തുകൾ ക്ഷണിച്ചു വരുത്തുന്നതാണ്. പാപം ഭാവിയെ ഹിംസിക്കുന്നതാണ്. പാപം നമ്മുടെ ജീവിതത്തെ തകർക്കുന്നതും ഉലയ്ക്കുന്നതുമാണ്. പാപം നിത്യ അന്ധകാരത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. പാപത്തിൻ്റെ ഭയാനകമായ കെടുതി. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. എങ്ങനെയെല്ലാം പാപം നമ്മെ കണ്ടെത്തും? ഒന്ന്, ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ബൈ ഹ്യൂമൻ ലോസ്. മാനുഷിക നിയമങ്ങളാൽ പാപം നമ്മെ കണ്ടെത്തും. പാപം മനുഷ്യൻ തന്നെ ശിക്ഷ വിധിക്കുന്നതായി തീരും. മനുഷ്യൻ്റെ നിയമങ്ങളുണ്ട്, ക്രിമിനൽ നിയമങ്ങളുണ്ട്, ക്രൈം ബ്രാഞ്ചുണ്ട്, അഴിമതി നിരോധന വകുപ്പുണ്ട്, പോലീസുണ്ട്, അധികാര കേന്ദ്രങ്ങളുണ്ട്.
മനുഷ്യൻ ചെയ്യുന്ന തെറ്റിന് മനുഷ്യൻ തന്നെ ശിക്ഷ തരാനുള്ള, മനുഷ്യൻ തന്നെ ശിക്ഷിക്കാനുള്ള വ്യവസ്ഥിതികളുണ്ട്, വ്യവസ്ഥാപിത മാർഗങ്ങളുണ്ട്. സംസ്കാരമുള്ള മനുഷ്യൻ അവൻ തന്നെ തെറ്റിന് ശിക്ഷ കൊടുക്കുവാനുള്ള വ്യവസ്ഥിതികൾ സംസ്ഥാപനം ചെയ്തിട്ടുണ്ട്. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ബൈ ഹ്യൂമൻ ലോസ്. മാനുഷിക നിയമങ്ങളാൽ പാപം നമ്മെ കണ്ടെത്തും. എന്നാൽ മനുഷ്യൻ പക്ഷേ നമ്മെ കണ്ടില്ല എന്ന് വരും. നിയമത്തിൻ്റെ കുരുക്കിൽ നാം പെട്ടില്ല എന്ന് വരും. പാപം മൂലമുള്ള ആ ശിക്ഷ മനുഷ്യൻ തന്നില്ല എന്ന് വരും. എത്രയോ കുറ്റവാളികൾ രക്ഷപ്പെടുന്നു, എത്രയോ കൊലപാതകികൾ രക്ഷപ്പെടുന്നു, എത്രയോ കവർച്ചക്കാർ രക്ഷപ്പെടുന്നു. കാരണം 100 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്ന് വ്യവസ്ഥയുണ്ട്. 100 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളത് കൊണ്ട് അനേകം കുറ്റവാളികൾ രക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ രണ്ടാമത്തെ കാര്യം ഒന്നുകൂടി ഗുരുതരമാണ്. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ഇൻ യുവർ ബോഡി. നിൻ്റെ ശരീരത്തിൽ പാപം നിന്നെ കണ്ടെത്തും. ശരീരത്തിൽ പാപം മൂലം രോഗം വരും. ശരീരത്തിൽ പാപം നമ്മെ കണ്ടെത്തും. നമുക്ക് വായിക്കാം, വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 13-ാം വാക്യം മുതൽ വായിക്കാം. യൗവനക്കാർ തിരികല്ല് ചുമക്കുന്നു, ബാലന്മാർ വിറക് ചുമടും കൊണ്ട് വീഴുന്നു. വൃദ്ധന്മാരെ പട്ടണവാതിക്കലും യൗവനക്കാരെ സംഗീതത്തിനും കാണുന്നില്ല. ഞങ്ങളുടെ ഹൃദയ സന്തോഷം ഇല്ലാതെയായി, ഞങ്ങളുടെ നൃത്തം വിലാപമായി തീർന്നിരിക്കുന്നു. ഞങ്ങളുടെ തലയിലെ കിരീടം വീണുപോയി. ഞങ്ങൾ പാപം ചെയ്യുകൊണ്ട് ഞങ്ങൾക്ക് അയ്യോ കഷ്ടം. ഇതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിന് രോഗം പിടിച്ചിരിക്കുന്നു. പാപം മൂലം രോഗം. ഇതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിന് രോഗം പിടിച്ചിരിക്കുന്നു. ഇത് നിമിത്തം ഞങ്ങളുടെ കണ്ണ് മങ്ങിയിരിക്കുന്നു. ഞങ്ങളുടെ കണ്ണ് മങ്ങിപ്പോയിരിക്കുന്നു. പാപം മൂലം രോഗം. ഹൃദയ സന്തോഷം അറ്റുപോയി. നൃത്തം വിലാപമായി തീർന്നു. ഇതാ സന്തോഷഭവനം വിലാപഭവനമായി മാറി. ആനന്ദം തളിരിട്ടിരുന്ന ജീവിതമുണ്ട്. ഇന്നിതാ വിലാപവും കരച്ചിലും ആക്രന്ദനവുമായി വിലാപങ്ങളുടെ വേലിയേറ്റത്തിൽപ്പെട്ട് ഉഴലുകയാണ്, തകരുകയാണ്, തളരുകയാണ്. മൂകമായി തീരുന്നു, നിശബ്ദമായി തീരുന്നു, ശോകമൂകമായി അന്തരീക്ഷം വരുന്നു. എന്താണ് കാരണം? രോഗം വരുന്നു. അതിൻ്റെ കാരണം എന്താണ്? വായിക്കുന്നു, യൗവനക്കാരെ സംഗീതത്തിനും കാണുന്നില്ല, വൃദ്ധന്മാരെ പട്ടണവാതിക്കലും കാണുന്നില്ല. ഞങ്ങളുടെ ഹൃദയ സന്തോഷം ഇല്ലാതെയായി, ഞങ്ങളുടെ നൃത്തം വിലാപമായി തീർന്നിരിക്കുന്നു. ഞങ്ങളുടെ തലയിലെ കിരീടം വീണുപോയി. ഞങ്ങൾ പാപം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് അയ്യോ കഷ്ടം. ദൈവജനം കരയുകയാണ്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഇതാ പ്രവാചകൻ കരയുകയാണ്. ദൈവജനത്തെ വഹിച്ചുകൊണ്ട് വിലാപങ്ങളുടെ പുസ്തകത്തിൽ യിരെമ്യാ പ്രവാചകൻ കരയുകയാണ്. ദൈവജനത്തിൻ്റെ പാപം മൂലം വരുന്നതായ രോഗത്തെ കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവാചകനായ യിരെമ്യാവ് കരയുന്ന പ്രവാചകൻ, ലെമന്റിങ് പ്രോഫറ്റ് എന്ന് പറയുന്ന കരയുന്ന പ്രവാചകനായ യിരെമ്യാവ് കരയുകയാണ്. എന്താണ് കരയുന്നത്? പാപം ചെയ്യുക കൊണ്ട് ഞങ്ങൾക്ക് അയ്യോ കഷ്ടം. ഇതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിന് രോഗം പിടിച്ചിരിക്കുന്നു. ഇത് നിമിത്തം ഞങ്ങളുടെ കണ്ണ് മങ്ങിയിരിക്കുന്നു. ഞങ്ങളുടെ കണ്ണ് മങ്ങിയിരിക്കുന്നു. ഞങ്ങൾക്ക് രോഗം വന്നിരിക്കുന്നു. കാരണമെന്ത്? പാപം മൂലം രോഗം. നാം വായിക്കുന്നുണ്ട്, യിരെമ്യാ പ്രവാചകൻ തന്നെ ആ യിരെമ്യാവിൻ്റെ പ്രവചന ഗ്രന്ഥത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. തിരുവചനം പറയുന്നു, 30-ാം അധ്യായം 12-ാം വാക്യം മുതൽ കാണാം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ പരിക്ക് മാറാത്തതും നിന്റെ മുറിവ് വിഷമമുള്ളതുമാകുന്നു. നിന്റെ പരിക്ക് മാറാത്തതും നിന്റെ മുറിവ് വിഷമമുള്ളതുമാകുന്നു. നിന്റെ വ്യവഹാരം നടത്തുവാൻ ആരുമില്ല. നിന്റെ മുറിവിനിടുവാൻ മരുന്നും കുഴമ്പുമില്ല. നിന്റെ സ്നേഹിതന്മാരൊക്കെയും നിന്നെ മറന്നിരിക്കുന്നു. നിന്റെ അകൃത്യത്തിൻ്റെ ആധിക്യം നിമിത്തവും നിന്റെ പാപത്തിൻ്റെ പെരുപ്പം നിമിത്തവും ഞാൻ നിന്നെ ശത്രു അടിക്കുന്നത് പോലെയും ക്രൂരൻ ശിക്ഷിക്കുന്നത് പോലെയും അടിച്ചിരിക്കൊണ്ട് അവർ നിന്നെ നോക്കുന്നില്ല. നിന്റെ പരിക്കിനെയും മാറാത്ത വേദനയെയും കുറിച്ച് നിലവിളിക്കുന്നത് എന്തിന്? നിന്റെ അകൃത്യത്തിൻ്റെ ആധിക്യം നിമിത്തവും നിന്റെ പാപത്തിൻ്റെ പെരുപ്പം നിമിത്തവും അല്ലോ ഞാൻ ഇത് നിന്നോട് ചെയ്തിരിക്കുന്നത്. അകൃത്യത്തിൻ്റെ ബാഹുല്യം നിമിത്തം നിനക്ക് രോഗം വന്നിരിക്കുന്നു. പാപത്തിൻ്റെ പെരുപ്പം നിമിത്തം നിനക്ക് രോഗം വന്നിരിക്കുന്നു. നിന്റെ പരിക്ക് മാറാത്തതാണ്. നിന്റെ മുറിവ് വിഷമമുള്ളതാണ്. നിന്റെ വ്രണം ഭയാനകമാണ്. നിനക്ക് അപകടം നേരിട്ടിരിക്കുകയാണ്. അതിന് കാരണമുണ്ട്. നിന്റെ അകൃത്യമാണ് കാരണം.
നിന്റെ പാപത്തിൻ്റെ പെരുപ്പമാണ് കാരണം, നിന്റെ അകൃത്യത്തിൻ്റെ ബാഹുല്യമാണ് കാരണം. തിരുവചനം വ്യക്തമായി പറയുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ പരുക്ക് മാറാത്തതും നിന്റെ മുറിവ് വിഷമമുള്ളതുമാകുന്നു. നിന്റെ വ്യവഹാരം നടത്തുവാൻ ആരുമില്ല, നിന്റെ മുറിവിനിടുവാൻ മരുന്നും കുഴമ്പുമില്ല. നിന്റെ സ്നേഹിതന്മാരൊക്കെയും നിന്നെ മറന്നിരിക്കുന്നു. നിന്റെ അകൃത്യത്തിൻ്റെ ആധിക്യം നിമിത്തവും നിന്റെ പാപത്തിൻ്റെ പെരുപ്പം നിമിത്തവും ഞാൻ നിന്നെ ശത്രു അടിക്കുന്നത് പോലെയും ക്രൂരൻ ശിക്ഷിക്കുന്നത് പോലെയും അടിച്ചിരിക്കൊണ്ട് അവർ നിന്നെ നോക്കുന്നില്ല. ആരും നിന്നെ സഹായിക്കുന്നില്ല. നിന്റെ തുണയ്ക്കായി ആരും വരുന്നില്ല. നിന്റെ വേദനയെ ശമിപ്പിക്കാൻ ഒന്ന് സഹതപിക്കാൻ ആരും വരുന്നില്ല. മാത്രമല്ല, നിന്റെ പരിക്കിനെയും മാറാത്ത വേദനയെയും കുറിച്ച് നിലവിളിക്കുന്നത് എന്തിന്? നിന്റെ അകൃത്യത്തിൻ്റെ ആധിക്യം നിമിത്തവും നിന്റെ പാപത്തിൻ്റെ പെരുപ്പം നിമിത്തവും അല്ലോ ഞാനിത് നിന്നോട് ചെയ്തിരിക്കുന്നത്. നിത്യനായ ദൈവം ഇപ്രകാരം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിൽ വളരെ ഗൗരവത്തോടെ പാപം ചെയ്യുന്ന ജനത്തെ, തൻ്റെ പ്രിയജനത്തെ ദൈവം പ്രബോധിപ്പിച്ചു. ദൈവം തർജ്ജനം ചെയ്തു. ദൈവം ശാസിച്ചു. ജനം അനുതപിച്ചു. ദൈവജനം വചനം കിട്ടിയപ്പോൾ അനുതപിച്ചു. അതല്ലയോ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത. വചനം ശാസനയുടെ വചനമാണെങ്കിലും തർജ്ജനത്തിൻ്റെ വചനമാണെങ്കിലും ഇതാ ശകാരത്തിൻ്റെ വചനമായി വരുന്നെങ്കിലും അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ അഗാധമായ സ്നേഹമുണ്ട്. വരാൻ പോകുന്ന വിപത്ത് ചൂണ്ടിക്കാണിക്കുന്നത് ദൈവസ്നേഹമാണ്. അപകടം വരുന്നതിനെക്കുറിച്ച് പറയുന്നത് ദൈവസ്നേഹമാണ്. അപകടം വന്നതിൻ്റെ കാരണം ചൂണ്ടിക്കാണിക്കുന്നത് ദൈവസ്നേഹമാണ്. ദൈവസ്നേഹം അങ്ങനെ കർശനമായി ഇടപെട്ടപ്പോൾ ജനം അനുതപിച്ചു. അപ്പോൾ ദൈവം പറയുന്നു, ഇതാ ഇങ്ങനെയാണ് നാം കാണുന്നത്. 17-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, അവർ നിന്നെ ഭ്രഷ്ടയെന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിക്കൊണ്ട് ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ജനം അനുതപിച്ചപ്പോൾ ദൈവം തിരിച്ചു പറയുന്നു, ഞാൻ നിങ്ങളുടെ മുറിവുകളെ പൊറുപ്പിക്കാം, ഞാൻ നിങ്ങൾക്ക് ആരോഗ്യം വരുത്താം, ഞാൻ നിങ്ങൾക്ക് സൗഖ്യം തരാം, ഞാൻ നിങ്ങളുടെ മേലിൻ്റെ കരുണ പകരാം, ഞാൻ നിന്റെ മുറിവുകളെ ഞാൻ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട്. വീണ്ടും പറയുകയാണ്, യഹോവ പ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ യാക്കോബിൻ കൂടാരങ്ങളുടെ പ്രവാസം മാറ്റി അവൻ്റെ നിവാസങ്ങളോട് കരുണ കാണിക്കും. നഗരം അതിൻ്റെ കൽക്കുന്നിന്മേൽ പണിയപ്പെടും, അരമനയും യഥാസ്ഥാനപ്പെടും. അവയിൽ നിന്ന് സ്തോത്രവും സന്തോഷിക്കുന്നവരുടെ ഘോഷവും പുറപ്പെടും. ഞാൻ അവരെ വർദ്ധിപ്പിക്കും, അവർ കുറഞ്ഞു പോകുകയില്ല. ഞാൻ അവരെ മഹത്വീകരിക്കും, അവർ എളിമപ്പെടുകയുമില്ല. സഹോദരങ്ങളെ, എന്തോ ഒരു ഭാഗ്യകരമായ വചനം, എന്തോ ഒരു ആശ്വാസകരമായ ദൂത്. നാം കേൾക്കുന്നത് എന്താണ്? ഞാൻ നിങ്ങൾക്ക് ഇനിയും അഭിവൃദ്ധി വരുത്താമെന്ന്, ഇനിയും നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കാമെന്ന്, നിങ്ങളുടെ കേടുകൾ മാറ്റിത്തരാമെന്ന്, നിങ്ങളുടെ രോഗങ്ങൾ ശമിപ്പിച്ചു തരാമെന്ന്. നിങ്ങളുടെ ജീവിതത്തിൽ പാപം മൂലം വന്ന നിങ്ങളുടെ രോഗങ്ങളും നിങ്ങളുടെ കേടുകളും നിങ്ങളുടെ കെടുതികളും ഞാൻ മാറ്റിത്തരാം. ഒന്നേ വേണ്ടൂ, നിങ്ങൾ അനുതപിപ്പീൻ. നിങ്ങൾ പാപത്തിൽ നിന്ന് അനുതാപത്തോടെ വിട്ടുമാറുവീൻ. നിങ്ങൾ തകർന്ന ഹൃദയത്തോടെ പാപത്തെ ഓർത്ത് അനുതപിച്ച് പാപത്തെ ഓർത്ത് വിതുമ്പി കരഞ്ഞുകൊണ്ട് പാപത്തെ നിങ്ങൾ വെറുത്തുപേക്ഷിപ്പീൻ. പാപം നിങ്ങളിൽ നിന്ന് മാറട്ടെ. യിരെമ്യാ പ്രവാചകൻ വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, 8-ാം അധ്യായത്തിൽ യിരെമ്യാവിൻ്റെ പ്രവചനം 8-ാം അധ്യായത്തിൽ പ്രവാചകൻ പറയുന്നു. എന്താണ് പറയുന്നത്? 8-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം, എൻ്റെ ജനത്തിൻ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ച് നടക്കുന്നു, സ്തംഭനം എന്നെ പിടിച്ചിരിക്കുന്നു. ഗിലെയാദിൽ സുഗന്ധതൈലം ഇല്ലയോ? അവിടെ വൈദ്യനില്ലയോ? എൻ്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതിരിക്കുന്നത് എന്ത്? എന്തോ ഒരു ആശ്വാസകരമായ ദൂത്. ദൈവം പറയുകയാണ്, ഗിലെയാദിൽ വൈദ്യനുണ്ട്, അവിടെ സുഗന്ധ കുഴമ്പുണ്ട്, അവിടെ ചികിത്സയ്ക്കുള്ള സുഗന്ധ തൈലമുണ്ട്, അവിടെ ജീവന്റെ തൈലമുണ്ട്, അവിടെ സുഗന്ധ വസ്തുവുണ്ട്, അവിടെ സുഗന്ധ കുഴമ്പുണ്ട്, അവിടെ ചികിത്സയ്ക്കുള്ള മരുന്നുണ്ട്. ഗിലെയാദിൽ വൈദ്യനില്ലയോ? അവിടെ സുഗന്ധ തൈലമില്ലയോ? സുഗന്ധ കുഴമ്പില്ലയോ? എന്നിട്ടും എന്തേ എൻ്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതിരിക്കുന്നത് എന്ത്? അവർ ഗിലെയാദിലെ വൈദ്യനെ തേടുന്നില്ല. ആരാണ് ഈ ഗിലെയാദിലെ വൈദ്യൻ? ഗോകുൽത്തായിൽ പഞ്ചമൃഗങ്ങളേറ്റ് പിടയുന്ന കർത്താവായ യേശുവാണ് ഗിലെയാദിലെ വൈദ്യൻ. ഗോകുൽത്തായിൽ ചൊരിഞ്ഞ തങ്കച്ചോരയാണ് ഗിലെയാദിലെ സുഗന്ധതൈലം. സഹോദരീ സഹോദരങ്ങളെ, ഈ സമയത്ത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഹൃദയം ഉയർത്തി ഗോകുൽത്തായിലെ കുരിശിലേക്ക് നോക്കുവീൻ. അവിടെ ഇതാ പാപം തീണ്ടാത്ത ദൈവപുത്രൻ പാപിയെ പോലെ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്നു. പാപം രുചി നോക്കാത്തവൻ, പാപം തീണ്ടാത്തവൻ, പാപത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിവില്ലാത്തവൻ, പാപത്തോട് യാതൊരു ബന്ധവുമില്ലാത്തവൻ, നിങ്ങൾ ആരെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുമെന്ന് വെല്ലുവിളിച്ചവൻ,
ഇതാ കർത്താവായ യേശു കുരിശിൽ കിടന്ന് പിടയുകയാണ്. അവൻ കുറ്റമില്ലാത്ത രക്തം ഒഴുക്കുകയാണ്. ചങ്ക് തുറന്നിരിക്കുന്നു, കൈകൾ തുളച്ചിരിക്കുന്നു, കാലുകൾ തുളച്ചിരിക്കുന്നു. ഇതാ ആ പഞ്ചമുറികളിൽ നിന്ന് ചോര ഒഴുകിക്കൊണ്ടിരിക്കുന്നു. കുറ്റമില്ലാത്ത രക്തം. യേശുക്രിസ്തു തന്നെത്താൻ പറഞ്ഞത്, നിങ്ങൾ ആരെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുമെന്നാണ്. ജനം പറഞ്ഞു, ഇവനോ നീതിമാനെന്ന്. വിധിച്ച പീലാത്തോസ് പറഞ്ഞു, വിസ്തരിച്ച ആ ജഡ്ജി പറഞ്ഞു, റോമൻ ഗവർണറായ പീലാത്തോസ് പറഞ്ഞു, ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല, നിങ്ങൾ ഇവനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ. ക്രൂശിച്ച ശതാധിപൻ പറഞ്ഞു, ഇവൻ നീതിമാനായിരുന്നു. സത്യം. പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരും പറയുന്നത് എന്താണ്? ഇന്ന് ലോകചരിത്രത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ ആരെല്ലാം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ, ആർക്കെല്ലാം വധശിക്ഷ കിട്ടിയിട്ടുണ്ടോ, ആരെല്ലാം വധിക്കപ്പെട്ടിട്ടുണ്ടോ, ആരെല്ലാം കേടുകളും കെടുതികളും നേരിട്ടിട്ടുണ്ടോ, അതിൻ്റെ പിന്നിൽ കാരണങ്ങൾ പറയാനുണ്ട്. മഹാത്മജിയെ വധിച്ച ഗോഡ്സേക്ക് ഗാന്ധിജിയെക്കുറിച്ച് ചില പ്രത്യേക കാരണങ്ങൾ പറയാനുണ്ട്. ജോൺ എഫ് കെന്നഡിയെ വധിച്ച ഓസ്വാൾഡിന് ജോൺ എഫ് കെന്നഡിയെ വധിക്കുന്നതിന് ചില കാരണങ്ങൾ പറയാനുണ്ട്. എബ്രഹാം ലിങ്കണെ വധിച്ച ബൂത്തിന് എബ്രഹാം ലിങ്കണെ വധിക്കുന്നതിന് ചില കാരണങ്ങൾ പറയാനുണ്ട്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ വധിച്ച ശതാധിപൻ, ഇവനോ നീതിമാനായിരുന്നു. സത്യം. ഇവൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. യേശുക്രിസ്തുവിനെ വധിച്ച പീലാത്തോസ് പറയുന്നു, ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല, നിങ്ങൾ ഇവനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ. സഹോദരീ സഹോദരങ്ങളെ, ഒരു കുറ്റവും ചെയ്യാത്ത ദൈവപുത്രൻ അവിടുന്ന് ക്രൂശിൽ കിടന്ന് അവിടുന്ന് തിരക്തം ചിന്തി പിടഞ്ഞ് മരിച്ചത് നമ്മുടെ രോഗം മാറ്റാനാണ്, നമ്മുടെ രോഗത്തിന് തൈലം തരാനാണ്, ഗിലെയാദിലെ സുഗന്ധ കുഴമ്പ് പകരാനാണ്, നമ്മെ വിടുവിക്കാനാണ്, നമ്മെ വീണ്ടെടുക്കാനാണ്, നമുക്ക് സൗഖ്യം തരാനാണ്. ശരീരത്തിലും സൗഖ്യം, ആത്മാവിലും സൗഖ്യം. അതുകൊണ്ടത്രേ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 4-ാം വാക്യം മുതലേ പറയുന്നത്, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പ്രവാചകൻ പറയുകയാണ്, അടിപ്പിണരാൽ സൗഖ്യം. രോഗം ബാധിച്ചവരായി ആരെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്? വചനം കേൾക്കുന്നവര് ആരെല്ലാം ശരീരത്തിൽ രോഗം വഹിക്കുന്നവരുണ്ട്? ശരീരത്തിൽ രോഗാണുക്കളെ പേറുന്നവരാരെല്ലാം ഉണ്ട്? പ്രിയപ്പെട്ടവരെ, മാറാവ്യാധികളിൽപ്പെട്ട് ഉഴലുന്നവരാരെല്ലാം ഉണ്ട്? തീരാത്ത വ്യാധി, തീരാത്ത രോഗം, മനസ്സൂഷ്ണിച്ച് വലയുന്നവരാരെല്ലാം ഉണ്ട്? ശരീരത്തിലെ രോഗം, മനസ്സിലെ ക്ഷീണങ്ങൾ, മനസ്സിലെ മാന്യങ്ങൾ, മനസ്സിലെ ഭയപ്പാടുകൾ, ഹൃദയത്തിലെ ആശങ്കകൾ, ജീവിതമാകെ വിരസമായും നിരാശ കൊണ്ടിരിക്കുന്നവരാരെല്ലാം ഉണ്ട്? ചില കേടുകൾ വന്നതുകൊണ്ട് ഇനി ഒരിക്കലും നേരെയാവുകയില്ല എന്നുള്ള വലിയ വേദനയോടും നിരാശയോടും കൂടി ഭാരപ്പെട്ട് ആകുലപ്പെട്ട് ആശങ്കാകുലരായിരിക്കുന്നവരാരെല്ലാം ഉണ്ട്? പ്രിയപ്പെട്ടവരെ, ഗിലെയാദിൽ വൈദ്യനുണ്ട്, അവിടെ സുഗന്ധ കുഴമ്പുണ്ട്, അവിടെ ഗോകുൽത്തായിൽ തിരക്തം ചിന്തിയിട്ടുണ്ട്, ഊനമില്ലാത്ത കുഞ്ഞാട് അറുക്കപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ യാഗരക്തം ഏത് പാപിക്കും മോചനമാണ്, ഏത് രോഗിക്കും സിദ്ധൌഷധമാണ്. ഏത് രോഗിക്കും സിദ്ധൌഷധമായി ഒരു രക്തമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ തിരുരക്തം 2000 വർഷം മുൻപ് ഗോകുൽത്തായിലെ കുരിശിൽ ചൊരിഞ്ഞ തിരുരക്തം ഇന്നും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തമെന്ന് എബ്രായ ലേഖന കർത്താവ് 12-ാം അധ്യായത്തിൽ പറഞ്ഞ തിരുരക്തമാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് അങ്ങനെയാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ ഇതാ അപ്പോസ്തലൻ പറയുന്നത് എന്താണ്? ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. നിങ്ങൾ എവിടെയാണ് വന്നിരിക്കുന്നതെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. നിങ്ങൾ എവിടെ വന്നിരിക്കുന്നു? സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കുയിലിട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കൽ അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. മോശയുടെ കാലത്ത് സീനായി മലയുടെ ചുറ്റുപാടും അവിടെ ജനം ഇങ്ങനെ തമ്പടിച്ചു. ആ സീനായി മലയുടെ അരികത്ത് അവിടെ വന്നുകൂടിയ ജനം ഭയപ്പെട്ടു പോയി. പർവ്വതം കാളി കത്തുകയാണ്, പർവ്വതം പുകയുകയാണ്. നിത്യനായ ദൈവം പർവ്വതത്തിന്മേൽ ഇറങ്ങി വന്നിരിക്കുകയാണ്. തേജോമയനായ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ തേജസ്സിന്റെ പ്രവാചകനോട് തേജസ്സിന്റെ വചനം അരുളി ചെയ്യുകയാണ്. തേജസ്സിന്റെ വചനം തേജസ്സിന്റെ പ്രവാചകന് തേജസ്സിന്റെ ദൈവം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പർവ്വതം കാളി കത്തിക്കൊണ്ടിരിക്കുന്നു. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കൽ അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വാക്കും ഇനി ഒരു വചനവും ഞങ്ങളോട് പറയരുതേ എന്നപേക്ഷിച്ചു. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. ഒരു മൃഗം പോലും സീനായി മലയുടെ ചുവട് തൊടരുത്, സീനായി മലയെ തൊടരുത്. പ്രിയപ്പെട്ടവരെ, അത്ര കർശനമായ കൽപ്പനയാണ് മോശയിൽ കൂടി ജനത്തിന് കിട്ടിയത്.
കാരണം ദൈവം ഇറങ്ങി വരുന്നു, തേജോമയനായ ദൈവം ഇറങ്ങി വരുന്നു. നാം വായിക്കുന്നത് എന്താണ്? പിന്നെ എവിടെയാണ് നാം വന്നിരിക്കുന്നത്? പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനടുക്കലല്ലോ, അടുക്കൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവീൻ. സഹോദരങ്ങളെ, നാം എവിടെയാണ് വന്നിരിക്കുന്നത്? ഗിലെയാദിലെ സുഗന്ധതൈലത്തിൻ്റെ നടുവിൽ, ഗിലെയാദിലെ സുഗന്ധതൈലത്തിൻ്റെ അരികത്ത് എത്തിയിരിക്കുകയാണ്. വചനം സമീപസ്ഥമായി വന്നിരിക്കുകയാണ്. മുകളിലേക്ക് കയറിപ്പോകണ്ട, സ്വർഗത്തിലെത്തിയിട്ട് വചനം വാങ്ങണ്ട. പ്രിയപ്പെട്ടവരെ, യെരൂശലേം തീർത്ഥയാത്ര ചെയ്യണമെന്നില്ല. സഹോദരങ്ങളെ, ഗോകുൽത്താക്കുന്ന് ചവിട്ടിക്കയറണമെന്നില്ല. നിങ്ങൾ കേൾക്കൂ, ബേത്ലഹേം പുൽക്കൂടിന് മുമ്പിൽ ചെന്ന് വണങ്ങണമെന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കൂ, നിങ്ങളതിന് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കണമെന്നില്ല. ഒന്നേ വേണ്ടൂ, പുണ്യവാൻ നിങ്ങളുടെ അരികത്തേക്ക് വരികയാണ്. പുണ്യവാന്റെ പുണ്യരക്തം നിങ്ങളെ തേടി വരികയാണ്. പുണ്യവാന്റെ പുണ്യരക്തത്തിന്റെ അത്ഭുത ശക്തി നിങ്ങളെ വന്ന് തൊടുകയാണ്. ആ അത്ഭുത ശക്തിയുടെ തേജോമയമായ തീജ്വാല നിങ്ങളെ വശീകരിക്കുകയാണ്. ആ തീജ്വാലയിൽ ദൈവം നിങ്ങളെ കുളിർപ്പിക്കുകയാണ്. ആ തീജ്വാല നിങ്ങളുടെ മേൽ പകർന്ന് നിങ്ങളെ കത്തുപിടിപ്പിക്കുകയാണ്. പാപം മാറുമ്പോൾ രോഗം മാറും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ഇൻ യുവർ ബോഡി. നിന്റെ ശരീരത്തിൽ പാപം മൂലം രോഗമുണ്ടാകും. ഓർക്കുക, പാപം ചെയ്യുന്ന പ്രിയ ദൈവവേദലേ, ശ്രദ്ധിക്കുക, ഓർക്കുക, നീ ചിന്തിക്കുക. പാപം മൂലം രോഗം വരും. പാപം മൂലം രോഗം വരും. പാപം ജീവിതത്തിൽ ഇല്ലെങ്കിലും രോഗം വരാം, പക്ഷേ പാപം മൂലവും രോഗം വരാം. അപ്പോസ്തലനായ പൗലോസിന് രോഗം വന്നു. അപ്പോസ്തലൻ എന്ത് പാപം ചെയ്തിട്ടാണ് രോഗം വന്നത്? എന്ത് പാപം ചെയ്തു? അപ്പോസ്തലൻ്റെ ശരീരത്തിൽ തൊട്ടാൽ രോഗം മാറും, വസ്ത്രത്തിൽ തൊട്ടാൽ രോഗം മാറും. അപ്പോസ്തലൻ നടന്നു പോകുമ്പോൾ നിഴലടിച്ചാൽ രോഗം മാറും. ആ അപ്പോസ്തലന് രോഗമുണ്ടായി. ഇതെന്താണ്? അപ്പോസ്തലൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, വയ്യല്ലോ കർത്താവേ, രാവും പകലും വേദന. ഉറങ്ങിയാൽ ഒന്ന് മയങ്ങുമ്പോഴേക്കും പിന്നെ വേദന എടുത്ത് ഉറക്കം തെളിയും. എനിക്കോ പകൽ മുഴുവൻ കൂടാരപ്പണി, വൈകുന്നേരമായാൽ ദൈവത്തിൻ്റെ വചന ശുശ്രൂഷ. ഇതിൻ്റെ ഇടയ്ക്ക് ഈ വേദന സഹിക്കണമല്ലോ. ശൂലം കൊണ്ട് കുത്തും പോലത്തെ വേദനയാണല്ലോ കർത്താവേ, ശൂലം കൊണ്ട് കുത്തും പോലത്തെ വേദന, സഹിക്ക വയ്യാത്ത വേദന. ഇതെന്നെ വിട്ട് നീങ്ങേണ്ടതിന് 3 വട്ടം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. കർത്താവ് 3 പ്രാവശ്യം പറഞ്ഞു, നിനക്ക് ഏതാ വേണ്ടത്? രോഗസൗഖ്യമാണോ വേണ്ടത്? എൻ്റെ കൃപയാണോ വേണ്ടത്? ഏതാ വേണ്ടത്? കർത്താവേ, എനിക്ക് നിൻ്റെ കൃപ മതി. രോഗം അവിടെ ഇരുന്നോട്ടെ, വേദന അവിടെ ഇരുന്നോട്ടെ, എനിക്ക് നിൻ്റെ കൃപ മതി. മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ ദീ. മകനെ, എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവകൃപ, ബലഹീനതയിൽ ഉയർന്നു വരുന്ന ദൈവത്തിൻ്റെ അത്ഭുത കൃപയുടെ നിതാന്ത ശക്തി. ദൈവജനമേ, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഇന്ന് ഈ വാക്കുകളെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, നിൻ്റെ കൃപയാണ് എനിക്ക് വേണ്ടത്. നിൻ്റെ കൃപയുടെ ശക്തിയാണ് എൻ്റെ മേൽ നിഴലടിക്കേണ്ടത്. നിൻ്റെ കൃപയുടെ നിറവാണ് എനിക്ക് വേണ്ടത്. നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ തേജസ്സാണ് എനിക്ക് വേണ്ടത്. നിൻ്റെ വിശുദ്ധിയുടെ നിറവാണ് എനിക്ക് വേണ്ടത്. ഗോകുൽത്തായിൽ വെളിപ്പെടുത്തിയ സ്നേഹത്തിൻ്റെ ആധിക്യമാണ് എൻ്റെ ഉള്ളത്തിൽ തിങ്ങേണ്ടത്. കരുണയുള്ള കർത്താവേ, എൻ്റെ ആളത്വത്തിൽ ദൈവസ്നേഹം തിങ്ങണം. എൻ്റെ ജീവിതത്തിൽ ദൈവസ്നേഹം വിങ്ങണം. എൻ്റെ ജീവിതത്തിൽ ദൈവസ്നേഹം നിറഞ്ഞിട്ട് അത് ചാലുകളായി ഒഴുകണം. തോട്ടം നനപ്പാനൊരു നദി പുറപ്പെട്ടു. സ്തോത്രം. എന്താണ് പറഞ്ഞത്? തോട്ടം നനപ്പാനൊരു നദി പുറപ്പെട്ടു. അത് പീശോൻ, ഗീഹോൻ, ഹിദ്ദേക്കൽ, ഫ്രാത്ത് എന്നിങ്ങനെ 4 കൈവഴിയായി ഒഴുകി. ഏതെന്തോട്ടം നനയ്ക്കുന്ന നദി? കർത്താവേ, തിരുരക്തം എന്നെ നനയ്ക്കണമേ. ഗോകുൽത്തായിലെ തൈലം എന്നെ നനയ്ക്കണമേ. ഈ തോട്ടത്തെ നനയ്ക്കണമേ. നിന്റെ നടുതലയെ നനയ്ക്കണമേ. തോട്ടത്തിൽ നീ നട്ടതായി നടുതലയെ നനയ്ക്കണമേ. കാട്ടിൽ വളരുകയും കാട്ടിൽ പിറക്കുകയും കാട്ടിൽ മുളയ്ക്കുകയും കാട്ടിൽ വളരുകയും ചെയ്ത ഈ എൻ്റെ ജീവിതത്തിൽ കർത്താവേ, ഈ ഞാറ് നീ പറിച്ചു കൊണ്ടുവന്ന് നിന്റെ തോട്ടത്തിലെ നടുതലയായി നീ ട്രാൻസ്പ്ലാന്റ് ചെയ്തല്ലോ. ഈ തോട്ടം നനയ്ക്കുന്ന നദി എന്നെ കുളിർപ്പിക്കണമേ, എന്നെ നനയ്ക്കണമേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ, എനിക്ക് സൗഖ്യം തരണമേ. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ഇൻ യുവർ ബോഡി. നിന്റെ ശരീരത്തിൽ രോഗമായി പാപം നിന്നെ കണ്ടെത്തും. പാപം നിന്നെ കണ്ടെത്തുന്നതിന് മുൻപ് നീ നിന്റെ പാപത്തെ കണ്ടെത്തി ഉപേക്ഷിപ്പീൻ. ദൈവജനമേ,
പാപത്തെ ഉപേക്ഷിച്ച് ദൈവത്തോട് വാക്ക് പറയുവിൻ. യേശുവേ, ഇന്നു മുതൽ പാപമില്ലാത്തൊരു വിശുദ്ധ ജീവിതം ഞാൻ നയിക്കും. എന്നെ നീ വീണ്ടെടുക്കണമേ, എന്നെ നീ കഴുകണമേ, എന്നെ നീ വിശുദ്ധീകരിക്കണമേ, എന്റെ മേൽ നിന്റെ കൃപ പകരണമേ. ദൈവജനമേ, പ്രാർത്ഥിപ്പീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനേ, മഹാകാരുണ്യവാനായ സ്വർഗീയ പിതാവേ, അത്ഭുത നിമിഷങ്ങൾക്കായി സ്തോത്രം, ദിവ്യ ദൂതുകൾക്കായി സ്തോത്രം, സ്വർഗം ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നതിനായി സ്തോത്രം. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. കർത്താവേ, കണ്ണുനീര് തുടയ്ക്കുവാൻ തൃക്കരം നീട്ടിയതിനായി സ്തോത്രം. ഈ സമയം അവിടുത്തെ വചനം കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തരെയും തഴുകണമേ കർത്താവേ, ഓരോരുത്തരുടെയും മേൽ നിന്റെ തിരുരക്തം തൊടുവിക്കണമേ കർത്താവേ. ഗിലെയാദിലെ സുഗന്ധ തൈലത്താൽ ഓരോരുത്തരെയും സൗഖ്യമാക്കണമേ. മനോഭീതിയിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ആശങ്കയിൽ ആകുലരായി വലയുന്നവർക്ക് ശാന്തിയും സമാധാനവും നൽകണമേ. ജീവിതം നിരാശയിൽപ്പെട്ട് ഉഴലുന്നവർക്ക് പ്രത്യാശ നൽകണമേ. തകർന്നുപോയ ജീവിതങ്ങളെ പുതുക്കി പണിയണമേ. നാഥ, ജീവനുള്ള ദൈവമേ, ഇറങ്ങിയെന്ന് പ്രവർത്തിക്കണമേ. പൈശാചിക ബാധകൾ അകറ്റണമേ, രോഗബാധകൾ നീക്കണമേ, ബന്ധന കയറുകൾ അഴിക്കണമേ. കരുണയുള്ള കർത്താവ്, എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ തിരുരക്തത്തിന്റെ അത്ഭുത ശക്തിയാൽ ഇപ്പോൾ അവിടുന്ന് സ്വാധീനിക്കണമേ. സ്വർഗത്തിന്റെ അവകാശം നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്ന പിതാവേ, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ.